ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ദേവാങ്കൻ ആനന്ദ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ LBSൻ്റെ കുറച്ച് അപ്ഡേറ്റ്സും അതേപോലെ തന്നെ BSc നേഴ്സിംഗ് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ എല്ലാവർക്കും തന്നെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകുന്നതായിരിക്കും. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് തന്നെ കാണാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ BSc നേഴ്സിങ്ങിന് പോകാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് BSc നേഴ്സിങ്ങിന് പോകാൻ ആഗ്രഹിക്കുന്ന മിക്ക സ്റ്റുഡൻസും ഇഷ്ടപ്പെട്ട ആ ഒരു കോഴ്സിന് ജോയിൻ ചെയ്യുന്നവരായിരിക്കില്ല. എല്ലാവരും തന്നെ BSc നേഴ്സിങ്ങിനും ഭയങ്കര സ്കോപ്പാണെന്ന് കേട്ടിട്ട് BSc നേഴ്സിംഗ് പഠിക്കാനായിട്ട് പോകുന്ന സ്റ്റുഡൻസ് ആയിരിക്കും. അതായത് എൻ്റെ കോളേജിൽ എൻ്റെ ക്ലാസ്സിലും അങ്ങനത്തെ കുറേ സ്റ്റുഡൻസ് ഉണ്ട്. അതായത് BSc നേഴ്സിങ്ങിൻ്റെ സ്കോപ്പ് കേട്ടിട്ട് വന്ന മിക്ക സ്റ്റുഡൻസ് ഉണ്ട്. അതായത് ചിലർക്ക് വേറെ എന്തിനൊക്കെയോ പോകാനായിരുന്നു ആഗ്രഹം. എന്നാൽ BSc നേഴ്സിങ്ങിന് ഇത്രയും നല്ല സ്കോപ്പാണെന്ന് കേട്ടിട്ട് BSc നേഴ്സിംഗ് ഇഷ്ടപ്പെടാതെ വന്ന കുറേ സ്റ്റുഡൻസും എൻ്റെ ക്ലാസ്സിലുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറേ കുട്ടികൾ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടും എല്ലാവർക്കും ഉള്ളൊരു വീഡിയോ ആണിത്. ഞാൻ ഈ ഒരു വീഡിയോയിൽ BSc നേഴ്സിങ്ങിൻ്റെ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ ഒക്കെ തരുന്നതായിരിക്കും. അപ്പോൾ അതേപോലെ തന്നെ LBS നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന ആ ഒരു ഡേറ്റ് എന്ന് പറയുന്നത് ജൂലൈ 18 വരെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജൂലൈ 18 വരെ അവർ ഡേറ്റ് നീട്ടി തന്നിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ രജിസ്റ്റർ ചെയ്തിടാത്ത സ്റ്റുഡൻസ് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെന്നിട്ട് രജിസ്റ്റർ ചെയ്തിടാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അവർ ചിലപ്പോൾ ഇനിയും ഡേറ്റ് നീട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇനി ഡേറ്റ് നീട്ടും എന്ന് വിചാരിച്ച് നിങ്ങൾ ഇതുവരെ രജിസ്ട്രേഷൻ ചെയ്യാത്ത കുട്ടികൾ ഇനിയും നമുക്ക് ഡേറ്റ് നീട്ടി തരുമെന്ന് വിചാരിച്ചിരിക്കേണ്ട. നിങ്ങൾ ഇതുവരെ LBSൽ രജിസ്റ്റർ ചെയ്തിട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ എല്ലാ കുട്ടികളും നിങ്ങളിപ്പോൾ തന്നെ LBSൽ രജിസ്റ്റർ ചെയ്തിടാനായിട്ട് ശ്രദ്ധിക്കാം. നമുക്ക് LBSൽ എത്ര കോഴ്സസാണ്, ഏതൊക്കെ കോഴ്സസാണ് ഉള്ളതെന്നൊക്കെ ഉള്ള കാര്യം ഞാൻ എൻ്റെ നേരത്തെ വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതറിയാത്ത സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കാണുക. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഏതൊക്കെ കോഴ്സാണ് നമുക്ക് LBS പ്രൊവൈഡ് ചെയ്യുന്നതെന്നുള്ളത് ഈ ഒരു വീഡിയോയിൽ ഞാനിപ്പോൾ പറയുന്നതായിരിക്കും. LBSൻ്റെ സൈറ്റിൽ കയറിയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ കോഴ്സസാണ് LBS പ്രൊവൈഡ് ചെയ്യുന്നതെന്നുള്ളത് കാണാനായിട്ട് സാധിക്കും. അറിയാത്ത സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അതായത് നമുക്ക് BSc നേഴ്സിംഗ്, അതേപോലെ തന്നെ BSc MLT, അതേപോലെ തന്നെ BPT ഫിസിയോതെറാപ്പി, അതുപോലെ തന്നെ ബാച്ചലർ ഓഫ് കാർഡിയോവാസ്കുലർ ടെക്നോളജി BCVT, BASLP, BSc ഒപ്റ്റോമെട്രി, അതേപോലെ BSc പെർഫ്യൂഷൻ ടെക്നോളജി, BSc ഡയാലിസിസ് ടെക്നോളജി, ബാച്ചലർ ഓഫ് ഒക്യുപ്പേഷണൽ തെറാപ്പി അതായത് BOT, ബാച്ചലർ ഓഫ് മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി, ബാച്ചലർ ഓഫ് റേഡിയോ തെറാപ്പി ടെക്നോളജി, ബാച്ചലർ ഓഫ് ന്യൂറോ ടെക്നോളജി, BSc ന്യൂക്ലിയർ മെഡിസിൻ ടെക്നോളജി, പ്രോസ്തെറ്റിക്സ് ആൻഡ് ഓർത്തോട്ടിക്സ് അതായത് BPO, അതേപോലെ തന്നെ BSc മെഡിക്കൽ ബയോകെമിസ്ട്രി, BSc എമർജൻസി മെഡിക്കൽ ടെക്നോളജി, BSc അനസ്തേഷ്യ ടെക്നോളജി, BSc റെസ്പിറേറ്ററി ടെക്നോളജി, ബാച്ചലർ ഓഫ് മെഡിക്കൽ മൈക്രോബയോളജി. ഇത്രയും കോഴ്സസാണ് നമുക്ക് LBS പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ LBSൻ്റെ കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷൻ, കോഴ്സിൻ്റെ രജിസ്ട്രേഷനൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഏതൊക്കെ കോഴ്സസാണ് വെക്കാൻ, നിങ്ങൾ ഏതൊക്കെ കോഴ്സസാണ് വെക്കാൻ ആഗ്രഹിക്കുന്നത്, ഏതൊക്കെ കോളേജസാണ് വെക്കാൻ ആഗ്രഹിക്കുന്നതൊക്കെ ഇപ്പോഴേ നോക്കി വെക്കുക. അതനുസരിച്ച് നിങ്ങൾ കറക്റ്റായിട്ട് കോളേജസ് നിങ്ങളുടെ പ്രിഫറൻസിനനുസരിച്ച് തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നമുക്കൊരു ട്രയൽ അലോട്ട്മെൻ്റ് ഒക്കെ തന്നെ, നമുക്ക് ഒരു ട്രയൽ റാങ്ക് ലിസ്റ്റ് വരും, അത് കഴിഞ്ഞൊരു ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരും, അത് കഴിഞ്ഞായിരിക്കും ട്രയൽ അലോട്ട്മെൻറ്റ്, ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ്, തേർഡ് അലോട്ട്മെൻറ്റ് ഇങ്ങനെ വരുന്നുണ്ടാകാം. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതുവരെ ആ ഒരു വീഡിയോ കാണാത്തവർ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. നിങ്ങൾ കാണാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ അതുകൂടി പോയി കാണാനായിട്ട് ശ്രമിക്കുക. ഇനി ഞാൻ BSc നേഴ്സിംഗ് പഠിക്കാൻ പോകുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ളൊരു കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. എല്ലാവർക്കും BSc നേഴ്സിംഗ് കോഴ്സിനെ പറ്റിയിട്ട് കുറച്ചൊക്കെ അറിയായിരിക്കാം. എന്നാലും ഞാനൊരു ഇൻട്രൊഡക്ഷൻ തരാം. അതായത് നമുക്കൊരു 4 years കോഴ്സാണ് വരുന്നത്. ലാസ്റ്റ് 6 months ഇൻറ്റേൺഷിപ്പാണ് വരുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സെമ്മിലെയും സെക്കൻഡ് സെമ്മിലെയും കാര്യം ഞാനിപ്പോൾ പറഞ്ഞുതരാം. അതായത് ഫസ്റ്റ് സെമിസ്റ്ററിൽ നമുക്ക് അനാട്ടമി, ഫിസിയോളജി, സൈക്കോളജി, സോഷ്യോളജി ഇങ്ങനെ 4 സബ്ജക്റ്റാണ് വരുന്നുണ്ടാവുക. അതിൽ നമ്മൾ +2 ബോട്ടണി, സുവോളജി ഒന്നിച്ച് എഴുതിയില്ല എക്സാം. അതുപോലെയാണ് ഇവിടെ അനാട്ടമി, ഫിസിയോളജി നമ്മൾ ഒന്നിച്ചാണ് എക്സാം എഴുതുന്നത്. 75 മാർക്സിനാണ് എക്സാം വരുന്നത്. അതേപോലെ തന്നെ സൈക്കോളജി, സോഷ്യോളജിയും നമ്മൾ ഒന്നിച്ചാണ് എഴുതുന്നത്. അതും 75 മാർക്സിനാണ് വരുന്നുണ്ടാവുക. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ഫസ്റ്റ് സെമ്മിൽ നമുക്ക് നേഴ്സിംഗ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് കൂടി പഠിക്കാനുണ്ട്. പക്ഷേ അതിൻ്റെ എക്സാം നമുക്ക് ഫസ്റ്റ് സെമ്മിലെ സെക്കൻഡ് സെമ്മിലെയും കൂടെ ഒന്നിച്ച് സെക്കൻഡ് സെം എക്സാം വരുമ്പോഴാണ്, സെക്കൻഡ് സെമ്മിൻ്റെ യൂണിവേഴ്സിറ്റി എക്സാം വരുമ്പോഴാണ്
ആ ഒരു ഫസ്റ്റ് സെമ്മിലെ നേഴ്സിംഗ് ഫൗണ്ടേഷനും നമ്മൾ ആ ഒരു ടൈമിലാണ് എഴുതുന്നത്. എല്ലാവർക്കും അത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നത്. അതായത് നമുക്ക് ഫസ്റ്റ് സെമ്മിലും സെക്കൻഡ് സെമ്മിലും നേഴ്സിംഗ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് സെമ്മിൽ നമ്മൾ അതിൻ്റെ എക്സാം എഴുതുന്നില്ല. ഫസ്റ്റ് സെമ്മിൽ പഠിപ്പിച്ച ചാപ്റ്റേഴ്സും സെക്കൻഡ് സെമ്മിൽ പഠിച്ച ചാപ്റ്റേഴ്സും കൂടെ കൂട്ടിയിട്ട് നമ്മൾ സെക്കൻഡ് സെമ്മിലാണ് അതിൻ്റെ എക്സാം എഴുതുന്നുണ്ടാവുക. സെക്കൻഡ് സെമ്മിൽ നമുക്ക് വരുമ്പോൾ നമുക്ക് അവിടെയും അപ്ലൈഡ് ബയോ കെമിസ്ട്രി അതേപോലെ തന്നെ അപ്ലൈഡ് ന്യൂട്രീഷൻ ഇങ്ങനെ 2 സബ്ജക്ട്സ് പഠിക്കാറുണ്ട്. പിന്നെ നേഴ്സിംഗ് ഫൗണ്ടേഷൻ പഠിക്കാറുണ്ട്. അപ്പോൾ അപ്ലൈഡ് ബയോ കെമിസ്ട്രി അപ്ലൈഡ് ന്യൂട്രീഷനും നമുക്ക് ഒന്നിച്ച് തന്നെയാണ് എക്സാം വരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ സെക്കൻഡ് സെമ്മിൽ നമുക്ക് ടോട്ടൽ 2 എക്സാംസാണ് വരുന്നത്. നേഴ്സിംഗ് ഫൗണ്ടേഷൻ്റെ എക്സാമും അതേപോലെ തന്നെ ബയോ കെമിസ്ട്രി ന്യൂട്രീഷൻ്റെ എക്സാമുമാണ് വരുന്നത്. അപ്പോൾ ജസ്റ്റ് ഏതൊക്കെയാണ് സബ്ജക്ട്സ് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ മിക്ക കുട്ടികൾക്കും വളരെയധികം കുറേ ഡൗട്ട്സ് ഉണ്ട്. അതേപോലെ തന്നെ ഞാൻ LBSൻ്റെ എല്ലാ വീഡിയോസും കറക്റ്റായിട്ട് തന്നെ അപ്ഡേഷൻ തന്നെ ഞാൻ കറക്റ്റായിട്ട് വീഡിയോ ഒക്കെ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ മിക്ക സ്റ്റുഡൻസിനും BSc നേഴ്സിങ്ങിനെ പറ്റിയിട്ടായാലും LBSനെ പറ്റിയിട്ടായാലും കുറേ ഡൗട്ട്സ് ഉണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം. അപ്പോൾ എല്ലാവരും തന്നെ എൻ്റെ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഡൗട്ട്സ് ഉള്ളതെന്നും അതേപോലെ തന്നെ നെക്സ്റ്റ് ഏത് വീഡിയോ ആണ് ചെയ്യേണ്ടതെന്നും അറിയിക്കുക. അപ്പോൾ ഗവൺമെൻറ് കോളേജസിൻ്റെയും അതേപോലെ തന്നെ പ്രൈവറ്റ് കോളേജസിൻ്റെയും ഒക്കെ ഫീസ് സ്ട്രക്ചർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനൊരു വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അതേപോലെ തന്നെ CPAS അതേപോലെ AMCS FNCക്ക് അങ്ങനെ എന്തെങ്കിലും അലോട്ട്മെൻറ്റ്സിനെ പറ്റിയിട്ടുള്ള നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിലും കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ അറിയിക്കാനായിട്ട് മടിക്കേണ്ട. നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ തന്നെ നിങ്ങൾക്ക് ഞാൻ ചിലപ്പോൾ റിപ്ലൈ തരുന്നതായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്ത് ഉറപ്പായിട്ടും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ BSc നേഴ്സിങ്ങിൻ്റെ കുറേ അധികം വീഡിയോസ് ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതായത് BSc നേഴ്സിങ്ങിൽ ഇപ്പോൾ കോളേജിൽ പോകാനായിട്ട് BSc നേഴ്സിംഗ് പോകാനായിട്ട് ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിന് എന്തൊക്കെയാണ് എസെൻഷ്യൽ തിങ്സ് കൊണ്ടുപോകേണ്ടത്, അങ്ങനെ കുറേ അധികം ഡൗട്ട്സ് ഉണ്ടാകും. അപ്പോൾ അതൊക്കെ തന്നെ അങ്ങനത്തെ വീഡിയോസൊക്കെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ഉറപ്പായിട്ട് തന്നെ അറിയിക്കാം. അപ്പോൾ മാക്സിമം ഫ്രണ്ട്സിനൊക്കെ തന്നെ ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ കാണുന്നവരെ ബൈ.